പുരുഷന്മാർ വാഹനത്തിന്റെ മറവോ ചെടികളുടെ മറവോ തേടും. സ്ത്രീകൾ എന്തു ചെയ്യും? മൂത്രപ്പുരയില്ലാതെ കോവിൽക്കടവ്. കാന്തല്ലൂർ പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളിലെയും ആദിവാസി കുടികളിലെയും ജനങ്ങൾ എല്ലാത്തര ആവശ്യങ്ങൾക്കും എത്തിപ്പെടുന്നത് കോവിൽക്കടവ് ടൗണിലാണ്. മൂത്രപ്പുരയില്ലാതെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആശുപത്രി, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കടകൾ, മാർക്കറ്റ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കോവിൽക്കടവ് ടൗണിലാണ് എത്തിപ്പെടുന്നത്. എന്നാൽ ഇവിടെ മൂത്രപ്പുര പോലുള്ള സംവിധാനം പോലും ഇല്ല. പഴയ മാർക്കറ്റ് കോംപ്ലക്സിൽ മൂത്രപ്പുര പണി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിനിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ സാമൂഹിക വിരുദ്ധരാൽ നശിപ്പിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ എത്തുന്ന പൊതുജനങ്ങളിൽ പുരുഷന്മാർ റോഡരികിൽ നിർത്തിയിരിക്കുന്ന വാഹനങ്ങളുടെ മറവ് തേടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സമാനമായ സാഹചര്യത്തിൽ സ്ത്രീകളും കുട്ടികളും പ്രതിസന്ധിയിലാകും. പ്രധാന വിനോദസഞ്ചാര മേഖലയായ കാന്തല്ലൂരിലെ കവാടം കൂടിയാണ് കോവിൽക്കടവ്. കൃത്യമായ സംവിധാനമില്ലാത്തത് പ്രദേശത്തെത്തുന്ന വിനോദസഞ്ചാരികളെയും സാരമായി ബാധിക്കാറുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പഞ്ചായത്ത് എത്രയും വേഗം പൊതു ശൗചാലയം പൂർത്തീകരിച്ചു നൽകണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.